പുനഃപരിശോധന നടക്കുന്നത് ഏപ്രിൽ 7 മുതലാണ്. നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമയമാണത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം തന്നെ അയ്യപ്പ കോപം വേണ്ടത്രയുണ്ട്. നേരത്തെയുള്ള ഈ കൊള്ളയ്ക്ക് പുറമെ മറ്റേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ വേറെ വന്നിരിക്കുന്നു. 3 തരം കണക്കുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ 3 തരം കണക്ക് ശരിയാണോ എന്നറിയാൻ ഇനി AKG സെൻറ്ററിൽ നിന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ നിയമിക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ 4 കണക്ക് വരും. കാരണം പാർട്ടി സാധാരണഗതിയിൽ കണക്ക് പാർട്ടി കമ്മിറ്റിയിലൊക്കെ ഇങ്ങനെയാണല്ലോ കണക്ക് അവതരിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു കണക്കിൻ്റെ കാര്യത്തിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഉണ്ടാക്കുന്ന കണക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലോ, എപ്പോഴും അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ അതിനു പുറമെയാണ് ഇനി സ്ത്രീ പ്രവേശനം കൂടി ആ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സർക്കാരിൻ്റെ സമീപനം സ്ത്രീ പ്രവേശനം വേണം എന്നുള്ളതായിരുന്നു. ഇന്നലെ കോടതിയിൽ ഈ പ്രശ്നം വന്നപ്പോൾ കേരളത്തിൻ്റെ വക്കീൽ ജയദീപ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുമ്പോൾ ഞങ്ങൾ, അതായത് കേരളം, ഇതിൻ്റെ അകത്ത് ഈ റിവ്യൂവിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ച് പോന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ഇത് കേട്ടിരുന്നവർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രശ്നം വീണ്ടും എടുത്തിടുകയാണേ. കേരളം ഇങ്ങനെയായിരുന്നു നിലപാട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് പുള്ളി പറഞ്ഞില്ലെങ്കിലും വേറെ ആരെങ്കിലും പറയും. അതെ. അപ്പൊ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇതിന് 2 നോഡൽ ഓഫീസർമാരുണ്ട്. ഈ റിവ്യൂവിനെ അനുകൂലിക്കുന്നവർക്ക് ഒരാള്, എതിർക്കുന്നവർക്ക് ഒരാള്, 2 വക്കീൽമാര്. ആ നോഡൽ ഓഫീസർമാരായിട്ട് ഈ നിഷ് രാജൻ ശങ്കർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഒരു വക്കീലുണ്ടായിരുന്നു. അങ്ങേരെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങേരെ നിയമിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് ജയദീപ് ഗുപ്ത സംസാരിച്ചത്. അതും കേരളത്തിന് തിരിച്ചടിയായിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ വക്കീല് വേറൊരു നിലപാട് ഇപ്പോൾ എടുത്തു തുടങ്ങുന്നു എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.